യഥാർത്ഥ ഭക്തി എന്നാൽ എന്താണ്? അത് വെറും പൂജയോ പ്രാർത്ഥനയോ മാത്രമല്ല, മറിച്ച് ഭഗവാനു വേണ്ടി സ്വന്തം സുഖങ്ങളും മോക്ഷം പോലും ത്യജിക്കാനുള്ള മനസ്സാണ്. ദ്വാരകയിലെ പത്നിമാരാണോ അതോ വൃന്ദാവനത്തിലെ ഗോപികമാരാണോ? ആരാണ് കൃഷ്ണനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? അത് തെളിയിക്കുന്ന ഹൃദയസ്പർശിയായ ഒരു കഥ നമുക്കൊന്ന് കേട്ടുനോക്കാം. ഒരിക്കൽ ഭഗവാന്റെ പത്നിമാർ ചോദിച്ചു, അങ്ങയെ ആരാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? ഭഗവാൻ അപ്പോൾ ഉത്തരമൊന്നും നൽകിയില്ല. പക്ഷേ അവർക്കത് മനസ്സിലാക്കി കൊടുക്കണമല്ലോ. അതിനായി ഭഗവാൻ കടുത്ത തലവേദന അഭിനയിച്ചു കിടപ്പിലായി. മരുന്നുകൾ പലതു നോക്കി വൈദ്യന്മാർ ചികിത്സിച്ചു. പക്ഷേ തലവേദന മാറിയില്ല. അങ്ങനെയിരിക്കെയാണ് നാരദ മഹർഷി അവിടേക്ക് വരുന്നത്. മഹർഷിയെ കണ്ടതും എല്ലാവരും ഓടിച്ചെന്നു. മഹർഷി, ഭഗവാന് തലവേദന സഹിക്കാൻ വയ്യ. അദ്ദേഹം വേദനിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഇതിനൊരു പ്രതിവിധിയില്ലേ? ഭഗവാനെ പരിശോധിച്ച ശേഷം നാരദർ പറഞ്ഞു, ഇതിനുള്ള മരുന്ന് എനിക്കറിയാം. ഭഗവാനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളുടെ കാലിലെ പൊടി നെറ്റിയിൽ പുരട്ടിയാൽ ഈ തലവേദന മാറും. എല്ലാവരും ആശ്വാസത്തിലായി. പക്ഷേ നാരദർ ഒരു കാര്യം കൂടി പറഞ്ഞു. സ്വന്തം കാൽപാദത്തിലെ പൊടി ഭഗവാന്റെ തലയിൽ അണിയുന്ന ആൾക്ക് വലിയ പാപം കിട്ടും. അവർ നരകത്തിൽ പോകേണ്ടി വരും. ഇത് കേട്ടതോടെ എല്ലാവരും പിന്മാറി. നരകത്തിൽ പോകാൻ ആർക്കാണിഷ്ടം? ദ്വാരകയിൽ ആരും അതിന് തയ്യാറായില്ല. ഒടുവിൽ നാരദർ പറഞ്ഞു, ഞാൻ വൃന്ദാവനത്തിൽ പോയി ഗോപികമാരോട് ചോദിക്കട്ടെ. അങ്ങനെ അദ്ദേഹം വൃന്ദാവനത്തിലെത്തി ഗോപികമാരോട് കാര്യം പറഞ്ഞു. മരുന്നു കൊടുത്താൽ ഭഗവാന്റെ അസുഖം മാറും, പക്ഷെ തരുന്നവർ നരകത്തിൽ പോകും. ഇത് കേട്ടപാടെ ഗോപികമാർ ചോദിച്ചു, നാരദരെ, അങ്ങ് കാളവണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? നാരദർ അന്തം വിട്ടു. വണ്ടിയോ? അതെന്തിനാണ്? ഗോപികമാർ പറഞ്ഞു, ഞങ്ങൾ യമുനാതീരത്തോടി നടക്കാം. അപ്പോൾ ഞങ്ങളുടെ കാലിൽ ധാരാളം പൊടി പറ്റില്ലേ? അത് മുഴുവൻ വണ്ടിയിൽ കയറ്റി ഭഗവാന് കൊണ്ടുപോയി കൊടുക്കാലോ? നാരദർ അത്ഭുതത്തോടെ ചോദിച്ചു, അപ്പോൾ നിങ്ങൾക്ക് നരകത്തിൽ പോകാൻ പേടിയില്ലേ? അവരുടെ മറുപടി ഇതായിരുന്നു, ഞങ്ങൾക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഭഗവാന്റെ അസുഖം മാറിയാൽ മതി. ഭഗവാന്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. ഗോപികമാരുടെ സ്നേഹത്തിന്റെ ആഴം അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. ആ ഭക്തി അറിഞ്ഞപ്പോഴേക്കും ഭഗവാന്റെ തലവേദനയും മാറിയിരുന്നു. സ്നേഹത്തേക്കാൾ വലിയ മരുന്ന് വേറെയില്ല എന്ന് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഗോപികമാരുടെ ആ ഭക്തി നമ്മളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി വരുന്ന എല്ലാ കഥകളും കേൾക്കാൻ മറക്കാതെ ഫോളോ ചെയ്യൂ. ഹരേ കൃഷ്ണ.